ദീപകിന്റെ ആത്മഹത്യ. CCTV ദൃശ്യങ്ങൾ മറ്റാർക്കും കൈമാറരുതെന്ന് പോലീസ് നിർദ്ദേശം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനു പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. പ്രതിയായ വടകര സ്വദേശിനി ഷിംജിത മുസ്തഫയും ദീപക്കും ബസ്സിൽ കയറിയതു മുതലുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുമെന്നാണ് വിവരം. സ്വകാര്യ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ സൈബർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. നേരത്തെ 2 വീഡിയോകളാണ് യുവതി പങ്കുവച്ചത്. എന്നാൽ ഇവ രണ്ടും എഡിറ്റ് ചെയ്ത വീഡിയോയാണെന്നാണ് പോലീസ് പറയുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. മരിച്ച ഗോവിന്ദപുരം കൊളങ്ങരക്കണ്ടി സ്വദേശി ദീപകിന്റെ അമ്മയുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് യുവതിക്കെതിരെ പോലീസ് കേസെടുത്തത്. ദീപകിന്റെ മരണത്തിന് പിന്നാലെ കുടുംബം യുവതിക്കെതിരെ മുഖ്യമന്ത്രിക്കും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. യുവതി ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കസ്റ്റഡിയിലെടുക്കും. യുവതി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യുവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ബസ് യാത്രയ്ക്കിടെ ഉണ്ടായ അനുഭവം വടകര പോലീസിനെ അറിയിച്ചിരുന്നതായി യുവതി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് വടകര ഇൻസ്പെക്ടർ വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായതിനു പിന്നാലെ യുവതി ഇൻസ്റ്റഗ്രാം FB അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. സമൂഹമാധ്യമത്തിലെ റീച്ചിന് വേണ്ടിയാണ് വീഡിയോ പ്രചരിപ്പിച്ചതെന്നാണ് ആരോപണം.